ॐ शं नो मित्रः शं वरुणः शं नो भवत्वर्यमा शं न इन्द्रो बृहस्पतिः शं नो विष्णुरुक्रमः नमो ब्रह्मणे नमस्ते वायो त्वमेव प्रत्यक्षं ब्रह्मासि त्वमेव प्रत्यक्षं ब्रह्म वदिष्यामि ऋतं वदिष्यामि सत्यं वदिष्यामि तन्मामवतु तद्वक्तारमवतु अवतु मामवतु वक्तारम् ॐ शान्ति शान्ति शान्तिः ॐ सहनाववतु सहनौ भुनक्तु सह वीर्यं करवावहै तेजस्विनावधीतमस्तु मा विद्विषावहै ॐ शान्ति शान्ति शान्तिः ओमश्चन्दसा वृषभो विश्वरूपः छन्दोभ्योद्यमदात् सम्बभूव समेन्द्रो मेधया स्पृणोतु अमृतस्य देवधारणो भूयासं शरीरं मे विचर्षणं जिह्वा मे मधुमत्तमा कर्णाभ्यां भूरिविश्रुवं ब्रह्मणः कोशोऽसि मेधया विहितः श्रुतं मे गोपाय ॐ शान्ति शान्ति शान्तिः ॐ वृक्षस्य रेरिव कीर्तिपृष्ठं गिरेरिव ऊर्ध्वपवित्रो वाजनीवः सुमुदमस्मि द्रविणगं सवर्चसं सुमेधामुदोक्षितः इति त्रिशङ्कोर्वेदानुवचनम् ॐ शान्ति शान्ति शान्तिः ॐ पूर्णमद पूर्णमिदं पूर्णात् पूर्णमुदच्यते पूर्णस्य पूर्णमादाय पूर्णमेवावशिष्यते ॐ शान्ति शान्ति शान्तिः ॐ ममाङ्गानि वाक्प्राणश्चक्षुः श्रोत्रमधो बलमिन्द्रियाणि च सर्वाणि सर्वं ब्रह्म उपनिषदं माहं ब्रह्म निराकुर्यां मा ब्रह्म निराकरोत् अनिराकरणमस्तु निराकरणं मे अस्तु तदात्मनि निरतेय उपनिषत्सु धर्मास्ते मयि सन्तु ते मयि सन्तु ॐ शान्ति शान्ति शान्तिः ॐ वाक् मे मनसि प्रतिष्ठिता मनो मे वाचि प्रतिष्ठिता आविराविर्मयेदि वेदस्य माणिस्तः श्रुतं मे मा प्रहासीरनेनाधीतेन होरात्रान् सन्ददामि ऋतं वदिष्यामि सत्यं वदिष्यामि तन्मामवतु तद्वक्तारमवतु अवतु माम् अवतु वक्तारम् ॐ शान्ति शान्ति शान्तिः ॐ भद्रं नोऽपि वादयमनः शान्ति शान्ति शान्तिः ॐ भद्रं कर्णेभिः शृणुयामद्देवाः भद्रं पश्येमाक्षभिर्यजत्राः स्थिरैरङ्गैः सुष्ठुवागुंसस्तनुभिः व्यशेम देवहितं यदायुः स्वस्ति न इन्द्रो वृद्धश्रवाः स्वस्ति न पूषा विश्ववेदाः स्वस्ति नस्ताक्ष्यो अरिष्टनेमिः स्वस्ति नो बृहस्पतिर्ददातु ॐ शान्ति शान्ति शान्तिः ॐ यो ब्रह्माणां विददाति पूर्वं यो वै वेदांश्च प्रहिणोति तस्मै तं ह देवमात्मबुद्धिप्रकाशं मुमुक्षुर्वै शरणमहं प्रपद्ये ॐ शान्ति शान्ति शान्तिः ॐ नमो ब्रह्मादिभ्यो ब्रह्मविद्यासम्प्रदायकर्तृभ्यो वंशऋषिभ्यो महद्भ्यो नमो गुरुभ्यः सर्वोपप्लवरहितः प्रज्ञानघनः प्रत्यगद्धो ब्रह्मैवाहमस्मि ॐ श्रुतिस्मृतिपुराणानाम् आलयं करुणालयं नमामि भगवत्पादं शङ्करं लोकशङ्करं
ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തൗ പുനഃ പുനഃ. ഈശ്വരോ ഗുരുരാത്മേതി മൂർത്തിഭേദവിഭാഗിനേ വ്യോമവദ്വ്യാപ്തദേഹായ ദക്ഷിണാമൂർത്തയേ നമഃ. ഓം ശാന്തി ശാന്തി ശാന്തി. നമ്മൾ അധ്യാസ ഭാഷ്യത്തില് മൃഗങ്ങൾക്കുണ്ടാകുന്ന അധ്യാസവും മനുഷ്യർക്കുണ്ടാകുന്ന അധ്യാസവും തമ്മിൽ വലിയ വ്യത്യാസമില്ല എന്ന് പറയുമായിരുന്നു. കാരണം മൃഗങ്ങളും ആഹാര നിദ്ര മൈഥുന ആഹാരങ്ങൾക്കായിട്ടാണ് ജീവിക്കുന്നത്. മനുഷ്യരും അത്രയേ ഉള്ളൂ. മനുഷ്യർക്കും ഈ ശരീരം എൻ്റേതാണെന്ന് തോന്നുന്നു, മൃഗങ്ങൾക്കും ഈ ശരീരം എൻ്റേതാണെന്ന് തോന്നുന്നു. മൃഗങ്ങളും ഈ ശരീരത്തെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു, മനുഷ്യരും ഈ ശരീരത്തെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു. സ്നേഹം കാണിക്കുന്നവരോട് മനുഷ്യർ തിരിച്ച് സ്നേഹം കാണിക്കുന്നു, ദേഷ്യപ്പെടുന്നവരെ അകന്നു നിൽക്കുന്നു. അപ്പം ഇത് സാധാരണ മനുഷ്യർക്കും മൃഗങ്ങൾക്കും പക്ഷികൾക്കും ഒക്കെ തന്നെ അധ്യാസം സെയിമാണ്. അപ്പോൾ മനുഷ്യർ മാത്രമല്ല, എല്ലാ ജീവജാലങ്ങളും എല്ലാ മൃഗങ്ങളും ഒക്കെ എല്ലാവർക്കും ഒരുപോലെ ഈ അധ്യാസം ബാധിച്ചിരിക്കുകയാണ്. പശ്വാദീനാം ച പ്രസിദ്ധോ അവിവേകപുരസ്സര പ്രത്യക്ഷാദി വ്യവഹാര. പശു മുതലായുള്ള മൃഗങ്ങൾ അവിവേകപുരസ്സരമാണ് പെരുമാറുന്നത്. അപ്പോൾ അവർക്ക് വിവേകമില്ല. ഇപ്പോൾ മനുഷ്യർക്ക് കുറച്ചുകൂടെ വിവേകമുണ്ടെന്ന് നമ്മൾ കരുതുന്നു. പക്ഷേ രണ്ടുപേരുടെയും വ്യവഹാരങ്ങളെല്ലാം ഒരുപോലെ തന്നെയാണ്. തസ്മാൻ മാന്യദർശനാത് വ്യുത്പത്തി മതാമപി പുരുഷാണാം പ്രത്യക്ഷാദി വ്യവഹാര തത്കാലഹ സമാന ഇത് നിശ്ചീയതേ. ഇനി വലിയ വിവേകമുണ്ടെന്നും വലിയ ശാസ്ത്രജ്ഞരെന്നും വലിയ പണ്ഡിതന്മാരെന്നും വേദ പണ്ഡിറ്റ്സ് എന്നൊക്കെ പറയുന്നവരുടെ വ്യവഹാരങ്ങളൊക്കെ ഈ അധ്യാസത്തെ പുരസ്കൃതമാക്കി തന്നെയാണ്, അധ്യാസത്തെ അനുഷ്ഠിച്ച് തന്നെയാണ് എല്ലാവരും ബിഹേവ് ചെയ്യുന്നത്. അപ്പോൾ മനുഷ്യരുടെ പെരുമാറ്റത്തിനും മനുഷ്യരുടെ ബുദ്ധിക്കും മൃഗങ്ങളുടെ ബുദ്ധിക്കും എല്ലാം ഒരുപോലെ തന്നെയാണ്. അപ്പോൾ മനുഷ്യർക്ക് വലിയ വിവേകമുണ്ട്, വലിയ ബുദ്ധിയുണ്ടെന്ന് പറഞ്ഞിട്ടും ഈ അധ്യാസത്തെ അടിസ്ഥാനപ്പെടുത്തി തന്നെയാണ് മൃഗങ്ങളും മനുഷ്യരും ഒക്കെ ബിഹേവ് ചെയ്യുന്നത്. ശാസ്ത്രീയേതു വ്യവഹാരേദ്യപി ബുദ്ധിപൂർവകാരി ന അവിദിത്വ ആത്മനഃ പരലോക സംബന്ധം അധിക്രിയതേ. അപ്പോൾ ഈ ബുദ്ധിയുണ്ടെന്ന് വിചാരിക്കുന്ന പല മനുഷ്യരും പരലോകത്ത് സൗഖ്യം കിട്ടാൻ വേണ്ടി പല കർമ്മങ്ങളും ചെയ്യുന്നത് കാണാം. ഇപ്പോൾ നമ്മുടെ പല യാഗങ്ങൾ, പല അനുഷ്ഠാനങ്ങൾ, പലരും ഈ നമ്മുടെ ഹിന്ദു മതത്തിൽ മാത്രമല്ല എല്ലാ മതങ്ങളിലും പലരും പല അനുഷ്ഠാനങ്ങളും ചെയ്യുന്നത് അടുത്ത ജന്മം സ്വർഗാദി ലോകങ്ങൾ കിട്ടാനും കുറച്ചുകൂടെ കംഫർട്ടബിളായിട്ട് ജീവിക്കാനും ഒക്കെയാണ്. അപ്പോൾ ഈ പരലോകത്തെ കിട്ടാൻ ആഗ്രഹിക്കുന്നവരും തൻ്റെ ഈ ബുദ്ധ്യാദികളിലുള്ള അധ്യാസത്തെ, അത് ബുദ്ധ്യാദികൾ ഞാനാണെന്ന് വിചാരിച്ചുകൊണ്ട് തന്നെയാണ് അവരും കർമ്മങ്ങളെ അനുഷ്ഠിക്കുന്നത്. അപ്പോൾ അവർ ഈ കർമ്മം ചെയ്താൽ എനിക്ക് ഇന്ന ഫലം കിട്ടും, ഇപ്പോൾ സ്വർഗാദി കർമ്മങ്ങൾ കിട്ടാനായിട്ട് ഇന്ന കർമ്മങ്ങൾ പ്രയോജനമാണ്, അല്ലെങ്കിൽ ഇന്ന യാഗങ്ങൾ ചെയ്താൽ, അല്ലെങ്കിൽ ഇന്ന അനുഷ്ഠാനങ്ങൾ ചെയ്താൽ ഈ സ്വർഗഫലം കിട്ടും. അപ്പോൾ അങ്ങനെ വിചാരിച്ചാണ് ആൾക്കാർ കർമ്മങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ അതും നമ്മൾ വളരെ പണ്ഡിതന്മാരെന്നും വളരെ ത്യാഗികളെന്നും ഒക്കെ വിചാരിക്കുന്ന ആൾക്കാരും അവരുടെ കർമ്മങ്ങളൊക്കെ ചെയ്യുന്നത് പരലോക സംബന്ധിയായ പ്രയോജനം കിട്ടാൻ വേണ്ടിയാണ്. അപ്പോൾ അതും എന്തിനെ അടിസ്ഥാനമാക്കിയാണ് ചെയ്യുന്നത്? അധ്യാസത്തെ മുൻനിർത്തിയാണ് ചെയ്യുന്നത്. അപ്പോൾ അധ്യാസം ഇല്ലെങ്കിൽ
ഈ പരലോക സംബന്ധിനിയായ ഈ വേദാധ്യയനങ്ങൾ, യാഗങ്ങൾ, യജ്ഞങ്ങൾ, അനുഷ്ഠാനങ്ങൾ അതൊന്നുമില്ല. ഇതെല്ലാം അധ്യാസത്തെ മുൻനിർത്തി തന്നെയാണ് ചെയ്യുന്നത്. ന വേദാന്തവേദ്യം അശനായാദ്യ അതീതം അഭേദ ബ്രഹ്മക്ഷത്രാദിഭേദ അസംസാര്യത്വം ത്വം അധികാരി അപേക്ഷത. എന്തുകൊണ്ടാണ്? ഈ ബ്രഹ്മത്തിന് ഞാൻ ബ്രഹ്മമാണെന്ന് അറിവുണ്ടെങ്കിൽ ഈ ഒരു കർമ്മങ്ങളുടെയും ആവശ്യമില്ല. കാര്യം ബ്രഹ്മം ഒന്നിനെയും അപേക്ഷിക്കുന്നില്ല. ബ്രഹ്മത്തിന് കിട്ടാനായിട്ടൊന്നുമില്ല. ബ്രഹ്മത്തിന് അശനായാദ്യ അതീത, വിശപ്പും ദാഹവും ഇല്ല, ജരാമൃത്യുവില്ല, ശോകമോഹങ്ങളില്ല, യാതൊരു വിധമായ ദുഃഖങ്ങളുമില്ല, കിട്ടേണ്ടതായിട്ടൊന്നുമില്ല. അപ്പം അങ്ങനെയുള്ള ഒരു ആത്മാവ് കർമ്മം ചെയ്യേണ്ട ആവശ്യമുണ്ടോ? എനിക്ക് ഇന്നത് കിട്ടണം, അല്ലെങ്കിൽ ഇന്ന ഫലത്തെ പ്രാപിക്കണം, സ്വർഗത്തെ കിട്ടണം, അല്ലെങ്കിൽ നല്ല ഫലങ്ങളെ കിട്ടണം എന്ന് ബ്രഹ്മത്തിന് വിചാരിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. കാരണം ബ്രഹ്മം ഈ അശനായാതീതം അഭേദ, മാത്രമല്ല ബ്രഹ്മത്തിൽ എന്തെങ്കിലും ഭേദമുണ്ടോ? ഞാൻ ബ്രാഹ്മണനാണ്, ഞാൻ ക്ഷത്രിയനാണ്, അല്ലെങ്കിൽ ഞാൻ ഇന്ന ജാതിക്കാരനാണ്. പലരും ജാതി അഭിമാനികളാണ്, പലരും മതാഭിമാനികളാണ്. ഞാൻ ഇന്ന മതത്തിൽപ്പെട്ടവരാണ്. പിന്നെ ജാതി തന്നെ ആൾക്കാർക്ക് എന്താണ്? ഞാൻ ഇന്ന കുടുംബത്തിൽപ്പെട്ടതാണ്, ഇന്ന തറവാട്ടിൽപ്പെട്ടതാണ്, നിങ്ങളെപ്പോലെയല്ല ഞാൻ. അപ്പം അങ്ങനെ ഓരോ അഭിമാനങ്ങളുണ്ട്. അപ്പം ഈ ബ്രഹ്മത്തിന് വല്ല അഭിമാനമുണ്ടോ? ബ്രഹ്മം സർവത്ര നിർവിശേഷവും നിരാകാരവും നിർഗുണവുമായിട്ടിരിക്കുന്ന ബ്രഹ്മത്തിന് ബ്രഹ്മക്ഷത്ര ഭേദങ്ങളൊന്നുമില്ല, വൈശ്യ ശൂദ്ര ഭേദങ്ങളൊന്നുമില്ല, മനുഷ്യഭേദം പോലുമില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ ജാതിഭേദം എന്ന് പറയുന്നത് മനുഷ്യര്, പശു, എരുമ, ഇതൊക്കെയാണ് ശരിക്കുള്ള ജാതി വ്യത്യാസങ്ങൾ. അങ്ങനെ ജാതിഭേദമില്ല. ഈ മനുഷ്യർ പറയുന്ന രീതിയിലുള്ള ബ്രഹ്മക്ഷത്ര വൈശ്യശൂദ്ര ജാതിഭേദങ്ങളും ഇല്ല. അപ്പൊ ബ്രഹ്മം സർവത്ര നിർവിശേഷമായിരിക്കുന്നു. അധികാരം അപേക്ഷതേ അനുപയോഗാധികാര വിരോധാശ്ച. അപ്പൊ ബ്രഹ്മത്തില് അങ്ങനെ യാതൊരു സംഭവവും ഇല്ല. നമുക്കങ്ങനെ സ്വപ്നത്തിൽ പോലും ആരോപിക്കാൻ പറ്റത്തില്ല ബ്രഹ്മത്തിൽ എന്തെങ്കിലും വിശേഷമുണ്ടെന്ന്. ബ്രഹ്മത്തിന് അംഗങ്ങളില്ല, യാതൊരു തരത്തിലുള്ള വിശേഷങ്ങളുമില്ല, ശരീരമില്ല, ശരീരാദികളില്ല. സർവത്ര ഏകമായിട്ട് നമ്മുടെ ഈ ആകാശം പോലെയും അല്ലെങ്കിൽ ഈ സമുദ്രം പോലെയും സർവത്ര നിറഞ്ഞു നിൽക്കുന്ന അറിവായിരിക്കുന്ന സ്വരൂപത്തോടു കൂടിയിരിക്കുന്ന ബ്രഹ്മത്തിന് ഒരു തരത്തിലുള്ള വിശേഷവുമില്ല. അപ്പം നമുക്ക് ആ ബ്രഹ്മത്തിൽ ഒരു തരത്തിലുള്ള വിശേഷത്തെ ആരോപിക്കുവാനും സാധ്യമല്ല. പ്രാച്ഛ യഥാഭൂതാത്മ വിജ്ഞാനാത് പ്രവർത്തമാനം ശാസ്ത്രം അവിദ്യാവത് വിഷയത്വം ന അതിവർത്തതേ. അപ്പൊ ഇതെല്ലാം അവിദ്യയെ ആശ്രയിച്ചുകൊണ്ട് തന്നെയാണ് സർവ്വ വ്യവഹാരങ്ങളും, സർവ്വ പ്രവർത്തനങ്ങളും, സർവ ചിന്തകളും, സർവ അനുഷ്ഠാനങ്ങളും എല്ലാം. നമ്മൾ പറഞ്ഞ അനുഷ്ഠാനം അധ്യാസത്തെ ആശ്രയിച്ചാണ്. അതായത് എന്നെ മറ്റൊന്നായി തെറ്റിദ്ധരിച്ച് ഞാൻ ഈ ബ്രഹ്മത്തിൽ നിന്ന് ഭിന്നമാണ്, അല്ലെങ്കിൽ ഈ ശരീരാദി, ബുദ്ധി, മനസ്സ് ഇതൊക്കെ ഞാനാണ് എന്നുള്ള അധ്യാസത്തെ മുൻനിർത്തിയാണ് സർവ രീതിയിലുള്ള കർമ്മപ്രവൃത്തിയും മനുഷ്യർ ചെയ്യുന്നത്. ഇനി ശാസ്ത്രം ആൾക്കാരെ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ പറയുന്നത് തന്നെ അധ്യാസത്തെ മുൻനിർത്തിയാണ്. എങ്ങനെയാണ്? തഥാഹി ബ്രഹ്മണോ യജേത, ബ്രാഹ്മണൻ യജിക്കട്ടെ. ബ്രാഹ്മണൻ യജിക്കട്ടെ എന്ന് പറയുമ്പോൾ ബ്രാഹ്മണനാണെന്ന് വിചാരിക്കുന്നവരല്ലേ യജിക്കത്തുള്ളൂ. അപ്പൊ ഇത് നമുക്ക് ആപ്ലിക്കബിൾ അല്ല എന്ന് പറയത്തില്ലേ? ബ്രാഹ്മണ യജേത, ബ്രാഹ്മണൻ യജിക്കട്ടെ. അപ്പൊ അവിടെ ജാതി, അതിനെ അധ്യാസമാകുന്ന ജാതിയെ മുൻനിർത്തിയാണ് ഇന്ന കർമ്മം ചെയ്യട്ടെ, അല്ലെങ്കിൽ ക്ഷത്രിയൻ ഇങ്ങനെ അശ്വമേധയാഗം നടത്തട്ടെ. അപ്പോൾ അവിടെയും ജാതിയെ മുൻനിർത്തി, അധ്യാസത്തെ മുൻനിർത്തിയാണ് ഈ ഇന്ന കർമ്മം ചെയ്യട്ടെ എന്ന് പറയുന്നത്. ഇനി 8 വയസ്സായ കുട്ടിയെ ഉപനയനം ചെയ്യിക്കട്ടെ, അല്ലെങ്കിൽ 6 മാസമായ കുട്ടിക്ക് അന്നപ്രാശനം ചെയ്യട്ടെ എന്ന് പറയും.
അപ്പോൾ 6 മാസം പ്രായമായ കുട്ടിക്ക് അന്നപ്രാശം ചെയ്യട്ടെ എന്ന് പറയുന്നത് എന്തിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്? ശരീരത്തിന്റെ വയസ്സിനെ ആസ്പദമാക്കിയാണ്. അപ്പൊ നമ്മൾ ഓരോ കർമ്മം ഇത്ര വയസ്സിൽ ഇന്ന കർമ്മം ചെയ്യട്ടെ, 5 വയസ്സാകുമ്പോൾ സ്കൂളിൽ പോകട്ടെ. അപ്പൊ എന്തിനെ മുൻനിർത്തിയാണ് പറയുന്നത്? ശരീരത്തിന്റെ വയസ്സിനെ മുൻനിർത്തിയാണ് പറയുന്നത്. അപ്പോൾ അവിടെയും അധ്യാസത്തെ ആശ്രയിച്ചുകൊണ്ട് ശരീരത്തിന്റെ അധ്യാസത്തെ സ്വീകരിച്ചിട്ട് ഈ ശരീരത്തിനുണ്ടാകുന്ന വയസ്സിനെ മുൻനിർത്തി ഇന്ന കാര്യം ചെയ്യട്ടെ എന്ന് പറയുന്നു. അപ്പോൾ അവിടെയും അധ്യാസം ആശ്രയിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ കർമ്മങ്ങളിൽ ഇടപെടുന്നത്. ശാസ്ത്രാണ്യ ആത്മനി വർണ്ണാശ്രമ വയോ അവസ്ഥാദി വിശേഷ അധ്യാസം ആശ്രിത്യ പ്രവർത്തതേ. അതുപോലെ തന്നെ വർണ്ണാശ്രമങ്ങൾ, വയസ്സ്, അവസ്ഥ, ഞാൻ വയസ്സായിരിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ ഇന്ന അവസ്ഥയിലാണ്, ഈ എല്ലാ അവസ്ഥയും ആരോപിച്ചിരിക്കുന്നത് എന്താണ്? അധ്യാസത്തെ മുൻനിർത്തിയാണ്. അധ്യാസം വെച്ചിട്ടാണ് എനിക്ക് ശരീരം ഉണ്ടെന്നും എനിക്ക് ഇത്ര വയസ്സായെന്നും, അല്ലെങ്കിൽ ഞാൻ കല്യാണം കഴിക്കുകയാണെന്നും, അല്ലെങ്കിൽ ഞാനിങ്ങനെ ഷഷ്ടിയബ്ദി പൂർത്തി ആഘോഷിക്കുകയാണെന്നും, ഇതെല്ലാം പറയുന്ന എന്തിനെ ആസ്പദമാക്കിയാണ്? വയസ്സിനെ. അപ്പോൾ വയസ്സ് എന്താണ്? ശരീരത്തിന്റെ ഒരു അവസ്ഥാവിശേഷമാണ്. അപ്പോൾ അത് എന്തിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്? അധ്യാസത്തെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. അപ്പോൾ എല്ലാ ലോക വ്യവഹാരങ്ങളും ശാസ്ത്രീയമായിട്ടുള്ളതാകട്ടെ ലൗകികമായിട്ടുള്ളതാകട്ടെ, അപ്പോൾ എല്ലാ കർമ്മപ്രവർത്തനങ്ങളും നടക്കുന്നത് അധ്യാസത്തെ മുൻനിർത്തിയാണ്. അധ്യാസം ഇല്ലാതെ ഒരു കർമ്മപ്രവർത്തനങ്ങളും ചെയ്യുക സാധ്യം. അതായത് നിത്യ നിരതിശയ നിർവികാര നിർവിശേഷമായിരിക്കുന്ന ബ്രഹ്മത്തിൽ യാതൊരുവിധമായ കർമ്മങ്ങളും ചെയ്യുവാൻ സാധ്യമല്ല. അധ്യാസോ നാമ അതസ്മിൻ തദ്ബുദ്ധിരിത്യ അവോചാമഹ. നമ്മൾ നേരത്തെ അധ്യാസത്തിന്റെ ഡെഫിനിഷൻ പറഞ്ഞു. എന്തായിരുന്നു? അധ്യാസോ നാമ അതസ്മിൻ തദ്ബുദ്ധിരിത്യ അവോചാമ. അതസ്മിൻ തദ്ബുദ്ധി, അതായത് ഒന്നിൽ മറ്റൊന്നിന്റെ അധ്യാരോപം. അതസ്മിൻ തദ്ബുദ്ധിരിത്യ അവോചാമ. ഒന്നിൽ മറ്റൊന്നിന്റെ ബുദ്ധി. ഒന്ന് കണ്ടിട്ട് ഇത് മറ്റൊന്നാണെന്ന് തോന്നുന്നു, അപ്പൊ അതാണ് അധ്യാസം. ഇപ്പൊ കുറ്റി കണ്ടിട്ട് ഭൂതമാണെന്ന് തോന്നുന്നു, അപ്പൊ കുറ്റിയിൽ മറ്റൊന്നിന്റെ, അതായത് പിശാചിന്റെ അധ്യാരോപം. അപ്പൊ അങ്ങനെ ആരോപിച്ചിട്ട് അനുഭവിക്കുന്നതിനാണ് എന്ത് പറയുന്നത്? അധ്യാസം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ അധ്യാസത്തിന് പലതരത്തിലുള്ള ഒരു ഡെഫിനിഷൻസും നമ്മൾ കണ്ടു. അപ്പൊ നമ്മളെ ജനറലായിട്ട് നമ്മൾ അംഗീകരിക്കുന്നത് എന്താണ്? അധ്യാസോ നാമ അതസ്മിൻ തദ്ബുദ്ധിരിത്യവോചാമ. അതസ്മിൻ തദ്ബുദ്ധി, അതില് ഈ ഒരു വസ്തുവിൽ അതല്ലാത്തൊരു വസ്തുവിന്റെ ബുദ്ധി ഉണ്ടാവുക, ഇതാണ് അധ്യാസം. അപ്പൊ ഈ ലോകം പ്രവർത്തിക്കുന്നത് നമുക്ക് അങ്ങനെ ഒരു ബുദ്ധി ഉണ്ടായതുകൊണ്ടാണ്. ബ്രഹ്മത്തിൽ ബ്രഹ്മമല്ലാത്ത വസ്തുക്കളുടെ ബുദ്ധി ഉണ്ടായിരിക്കുന്നു. ഇപ്പൊ ബ്രഹ്മത്തിന് നമുക്കുണ്ടാവേണ്ടത് അഹംബുദ്ധിയാണ്. അപ്പൊ ബ്രഹ്മത്തിലുള്ള അഹംബുദ്ധിയിൽ നമുക്ക് എന്തുണ്ടായിരിക്കുന്നു? ശരീര മനോ ബുദ്ധിയാദികളെ നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നു? അധ്യാരോപിച്ചിട്ട് അതില് ഇത് ഞാനാണ്, ഞാനല്ലാത്ത വസ്തുക്കളിൽ ഞാനാണെന്നുള്ള അധ്യാരോപം സംഭവിച്ചിട്ട് അധ്യാസം നമ്മൾ എക്സിക്യൂട്ട് ചെയ്തിരിക്കുകയാണ്. അതസ്മിൻ തദ്ബുദ്ധി അധ്യാസ. തദ്യഥാ പുത്രഭാര്യാദിഷു വികലേഷു സകലേഷു അഹമേവ വികല സകല. ഇനി അതുമാത്രമല്ല, കുടുംബത്തിലൊക്കെ എങ്ങനെയാണ് നമ്മൾ ബിഹേവ് ചെയ്യുന്നത്? പുത്രഭാര്യാദിഷു വികലേഷു. പുത്രനും ഭാര്യയൊക്കെ സുഖമായിട്ടിരിക്കുമ്പോൾ നമ്മൾ എന്ത് പറയും? കംഫർട്ടബിൾ ആയിട്ടിരിക്കുന്നു, എല്ലാം സുഖമായിട്ടിരിക്കുന്നു. ഇനി ഭാര്യയ്ക്കും മക്കൾക്കൊക്കെ അസുഖമായിരിക്കും, എന്ത് പറയും? അയ്യോ, ഞാൻ വളരെ ഖിന്നനാണ്, ദുഃഖിതനാണ്, വികലനാണ്, പൂർണ്ണനല്ല, വളരെ കഷ്ടപ്പാടിലാണ്, ഭാര്യയ്ക്ക് ഇന്ന അസുഖമാണ്, മകൻ ഇങ്ങനെ അസുഖമാണ്, മകന് ജോലിയായിട്ടില്ല, മകന് കല്യാണമായിട്ടില്ല, മകൾക്ക് കല്യാണമായിട്ടില്ല,
അപ്പോൾ അങ്ങനെ വളരെ കഷ്ടപ്പാടിലാണ് ഞാൻ, വികലമാണ്. അപ്പോൾ ആൾക്കാർക്ക് സ്വന്തം കാര്യത്തിൽ മാത്രമല്ല അധ്യാസം, ഭാര്യയ്ക്കും മക്കൾക്കും ഉണ്ടാകുന്ന രോഗങ്ങൾക്കും അല്ലെങ്കിൽ അവർക്കുണ്ടാകുന്ന ക്ലേശങ്ങൾക്കും ഒക്കെ നമ്മൾ എന്തു പറയുന്നു, അധ്യസിച്ചിട്ട് അവരെയൊക്കെ അവരിലെല്ലാം നമ്മുടെ ആത്മഭാവത്തെ, നമ്മുടെ കുടുംബാംഗങ്ങളിലും നമ്മുടെ ആത്മഭാവത്തെ ആരോപിക്കുകയാണ്. നമുക്കൊരു ബന്ധവും ഇല്ലാത്ത ആൾക്കാരിൽ തന്നെ നമ്മൾ ആത്മഭാവത്തെ ആരോപിച്ചിട്ട് അവർക്ക് എന്തെങ്കിലും സൗഖ്യമോ ദുഃഖമോ ഒക്കെ ഉണ്ടാകുമ്പോൾ അതൊക്കെ എൻ്റെതാണ്. അവരുടെ വിജയം ഉണ്ടായപ്പോൾ അത് എൻ്റെ വിജയമാണ്, അവർക്ക് ദുഃഖം ഉണ്ടായപ്പോൾ എൻ്റെ ദുഃഖമാണ്. ഇനിയിപ്പോൾ മക്കളെയൊക്കെ അമേരിക്കയിൽ അയച്ചിട്ട് അമേരിക്കയിൽ ചെന്ന് ജോലി ശരിയായില്ലെങ്കിൽ ഇവിടെ നിന്ന് എന്ത് പറയും, ഇത്രയൊക്കെ കഷ്ടപ്പെട്ടിട്ടും അവനവിടെ ജോലിയൊന്നും ആയില്ല. അപ്പം ജോലി ആകുന്നത് വരെ എനിക്കെന്താണ്, ഞാൻ വികലഹ, ഞാൻ കംഫർട്ടബിൾ അല്ല, ഞാൻ വികലനായിട്ടിരിക്കുകയാണ്, അപ്പം ഞാൻ പൂർണ്ണനല്ല. അപ്പം അങ്ങനെ നമ്മുടെ ആത്മഭാവത്തെ, ആത്മാധ്യാസത്തെ മക്കളിലും നമ്മുടെ പുത്രനിലും പുത്രിയിലും ചെറുമക്കളിലും ബന്ധുക്കളിലും ഒക്കെ ആരോപിച്ചിട്ട് നമ്മൾ ഈ അധ്യാസത്തെ എങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് അനുഭവിക്കുകയാണ്. അഹമേവ വികലഹ സകലോവേദി ആത്മാനം അധ്യസ്ഥിതി തഥാ ദേഹധർമാൻ സ്ഥൂലോഹം കൃശോഹം ഗൗരോഹം തിഷ്ടാമി. ഇനി അത് മാത്രമല്ല, ഈ ശരീരധർമ്മങ്ങളെ നമ്മൾ ആരോപിച്ചിട്ട് എന്ത് പറയുന്നു, ഞാനിപ്പോ വണ്ണം കൂടിയിരിക്കുന്നു, ഞാൻ പണ്ടിങ്ങനെ അല്ലായിരുന്നു, മെലിഞ്ഞ് വളരെ സുന്ദരനായിട്ടിരുന്നതാണ്, ഇപ്പൊ ഞാൻ വണ്ണം വെച്ചിരിക്കുന്നു. അപ്പോൾ സ്ഥൂലോഹം, ശരീരത്തിനുണ്ടായിരിക്കുന്ന മാംസത്തിനും അല്ലെങ്കിൽ ഫാറ്റിനുണ്ടായിരിക്കുന്ന വർധനവിനെ എന്നിൽ ആരോപിച്ചിട്ട് ഞാൻ തടിച്ചവനാണ്, അല്ലെങ്കിൽ ഞാൻ മെലിഞ്ഞവനാണ്, ഞാൻ പണ്ട് വെളുത്തിരുന്നതാണ്, ഇപ്പം എന്തു പറ്റി, കറുത്തുപോയി, കുറേ വെയിലൊക്കെ കൊണ്ട് ഞാൻ കറുത്തുപോയി. അങ്ങനെ എൻ്റെ ശരീരത്തിൻ്റെ തൊലിയുടെ നിറത്തിനെ വരെ ഞാൻ എന്ത് ചെയ്തിരിക്കുന്നു, എന്നിൽ അധ്യസിച്ചിട്ട് ഞാൻ തടിച്ചിരിക്കുന്നു, ഞാൻ കറുത്തിരിക്കുന്നു, ഞാൻ വെളുത്തിരിക്കുന്നു. ഇങ്ങനെ ദേഹത്തിനുണ്ടാകുന്ന ഓരോ ധർമ്മങ്ങളെ ആത്മാവിൽ ആരോപിച്ചിട്ട് ഞാൻ സംസാരിക്കുകയാണ്. കൃശോഹം ഗൗരോഹം. ഇനി അത് മാത്രമല്ല, ശരീരം എങ്ങോട്ടോ പോവും. അപ്പം നമ്മൾ എന്തു പറയുന്നു, ഞാൻ വെള്ളയമ്പലത്തിൽ പോയി. ശരീരമാണ് യാത്ര ചെയ്യുന്നത്, ആത്മാവ് യാത്ര ചെയ്യുന്നില്ല. അപ്പം യാത്ര ചെയ്യാത്ത ആത്മാവിനെ ശരീരം യാത്ര ചെയ്യുമ്പോൾ നമ്മൾ പറയുന്നു, ഞാൻ കിഴക്കേക്കോട്ട പോയി, അല്ലെങ്കിൽ ഞാൻ തമ്പാനൂര് പോയി, ഞാൻ കസേരയിൽ ഇരിക്കുകയാണ്. ആത്മാവ് ഇരിക്കുകയോ നിൽക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ ഇരിക്കുകയോ നിൽക്കുകയോ ചെയ്യാത്ത ആത്മാവിനെ ഇരിക്കുന്നതായിട്ടും നിൽക്കുന്നതായിട്ടും നടക്കുന്നതായിട്ടും പോകുന്നതായിട്ടും ഒക്കെ നമ്മൾ പറയുകയാണ്, നമ്മളതങ്ങ് വ്യവഹരിക്കുകയാണ്. അപ്പോൾ അത് നാച്ചുറലായിട്ട് ഇങ്ങനെ സംഭവിക്കുന്നു. ഞാൻ പോകുന്നു, ഞാൻ വരുന്നു, ഞാൻ ഇരിക്കുന്നു, അല്ലെങ്കിൽ ഞാനിപ്പോൾ ടയേർഡാണ്. യാതൊരുവിധ ക്ഷീണവുമില്ലാത്ത ആത്മാവിൽ ശരീരധർമ്മമായ ഞാൻ ക്ഷീണിച്ചിരിക്കുന്നു, ഞാൻ ടയേർഡ്, ഇന്ന് കുറേ ഞാൻ യാത്ര ചെയ്തു, അല്ലെങ്കിൽ കുറേ ജോലി ചെയ്തു, ഇപ്പം എനിക്ക് എന്ത് സംഭവിച്ചിരിക്കുന്നു, ഞാൻ ഇന്ന് ടയേർഡാണ്, എനിക്ക് കുറച്ച് റെസ്റ്റ് എടുക്കണം. അപ്പോൾ മനസ്സുകളുടെ ക്ഷീണത്തെ ആത്മാവായ എന്നിൽ ആരോപിച്ചിട്ട് ഞാൻ ക്ഷീണിതനാണ് എന്ന് സ്വയം നമ്മൾ പറയുകയാണ്. ഇതെല്ലാം എന്തിനെ മുൻനിർത്തിയാണ്, ഈ അധ്യാസത്തെ മുൻനിർത്തിയാണ്. ഈ പ്രപഞ്ചം സംഭവിക്കുന്നത് തന്നെ ഈ അധ്യാസത്തെ മുൻനിർത്തിയാണ്. ഗച്ഛാമി ലംഘയാമി ചേതി തദേന്ദ്രിയ ധർമാൻ മൂകഃ കാണഃ ക്ലീബഃ ബധിരഃ അന്തോഹമിതി. ഇനി അത് മാത്രമല്ല, ഇന്ദ്രിയ ധർമ്മങ്ങളെ മുൻനിർത്തി ഞാൻ എന്ത് പറയുന്നു, ഇന്ദ്രിയങ്ങൾ കണ്ണ് കാണാതിരിക്കുമ്പോൾ ഞാൻ എന്ത് പറയും, ഞാനിപ്പോൾ അന്ധനാണ്, അല്ലെങ്കിൽ ഇപ്പം എന്നെ തിമിരം ബാധിച്ചിരിക്കുന്നു, കാണാൻ പറ്റുന്നില്ല, രാത്രി ഇറങ്ങാനായിട്ട് പറ്റുന്നില്ല, എൻ്റെ കണ്ണിന് കാഴ്ച നഷ്ടപ്പെട്ടിരിക്കുന്നു, കാഴ്ച കുറഞ്ഞിരിക്കുന്നു, അപ്പം അന്തോഹം, അല്ലെങ്കിൽ ഇപ്പം ചെവി കേൾക്കാൻ പറ്റുന്നില്ല, ബധിരനാണ് ഞാൻ.
അല്ലെങ്കിൽ ക്ലീബനാണ്. അപ്പം ഇങ്ങനെ ഇന്ദ്രിയങ്ങളുടെ ധർമ്മങ്ങളെ, ഇന്ദ്രിയങ്ങൾക്കുണ്ടാകുന്ന ധർമ്മങ്ങളെ എന്തിനെ ആരോപിച്ചിരിക്കുന്നു? ആത്മാവിൽ ആരോപിച്ചിട്ട് ഇന്ദ്രിയ ധർമ്മങ്ങൾ എൻ്റെ ധർമ്മങ്ങളായിട്ട് ഞാൻ വ്യവഹരിക്കുകയാണ്. എനിക്ക് കാണാൻ പറ്റുന്നില്ല, എനിക്ക് കേൾക്കാൻ പറ്റുന്നില്ല, എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ ഇന്ദ്രിയ ധർമ്മങ്ങളെ ആത്മാവിൽ, എല്ലാം എവിടെ ആരോപിക്കുന്നത്? എല്ലാ ആത്മാവിൽ ആരോപിക്കുകയാണ്. സർവ്വ ഇന്ദ്രിയ ധർമ്മങ്ങളെയും ആത്മാവിൽ ആരോപിച്ചിട്ട് എനിക്കിങ്ങനെയാണ്, എനിക്ക് കാണാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ എൻ്റെ കണ്ണിന് കാഴ്ച കുറഞ്ഞിരിക്കുന്നു, എൻ്റെ ചെവിക്ക് കേൾവി കുറഞ്ഞിരിക്കുന്നു, ഇങ്ങനെ ഇന്ദ്രിയ ധർമ്മങ്ങളെ ആത്മാവിൽ ആരോപിച്ചിട്ട് അനുഭവിക്കുകയും അത് വ്യവഹരിക്കുകയും അത് സത്യമാണെന്ന് കരുതുകയും ചെയ്യുകയാണ്. തഥാ അന്ധകരണധർമാൻ കാമ സങ്കല്പ വിജികിത്സ. ഇനി അന്ധകരണ ധർമ്മങ്ങൾ എന്തൊക്കെയാണ്? കാമം, ഓരോന്ന് ആഗ്രഹിക്കുക, എനിക്കത് വേണം, ഇത് വേണം, ഇന്ന സ്ഥലത്ത് പോകണം, ഇന്ന ആളിനെ കാണണം, ഇന്ന കർമ്മം ചെയ്യണം, ഇതൊക്കെ മനസ്സിൻ്റെ കാമങ്ങളാണ്. സങ്കല്പം, ഓരോന്ന് വിചാരിക്കുന്നു, മനസ്സുകൊണ്ട് ഓരോന്ന് വിചാരിക്കുന്നു, ഇതിങ്ങനെയാണ്, ഇങ്ങനെയൊക്കെയാണ് സംഭവങ്ങളുടെ ഇത്, ഇന്ന ആൾക്കാർക്കൊക്കെ എന്നോട് ഇഷ്ടമാണ്, ഇന്ന ആൾക്കാർക്കൊന്നും എന്നോട് ഇഷ്ടമില്ല, അവർക്ക് എന്നോട് വിരോധമാണ്, ശത്രുത്വമാണ്. ഇതൊക്കെ നമ്മുടെ സങ്കല്പങ്ങളാണ്. സങ്കല്പ വിചികിത്സ അധ്വസ്യായുധീൻ. അപ്പൊ ഇതെല്ലാം മനസ്സിന്റെ ധർമ്മങ്ങളായിരിക്കുന്ന കാമക്രോധ ലോഭ മത മാത്സര്യങ്ങളെല്ലാം എന്ത് ചെയ്തിരിക്കുന്നു? എന്നിലോട്ട് ആരോപിക്കുകയാണ്. ഇതെല്ലാം എൻ്റെ ധർമ്മങ്ങളാണ്, എനിക്കിപ്പോൾ ഞാൻ കാമിയാണ്, ഞാൻ ആഗ്രഹിക്കുന്നു, ഈ കാമം നേടിയാലേ ഞാൻ സംതൃപ്തനാവത്തുള്ളൂ. അപ്പൊ ഇങ്ങനെ മനസ്സിൻ്റെതായ ധർമ്മങ്ങളെയെല്ലാം എന്നിൽ ആരോപിച്ചിട്ട്, അപ്പോൾ നമ്മൾ കണ്ടു, ശരീരധർമ്മങ്ങളെ നമ്മളിൽ ആരോപിച്ചു, ഇന്ദ്രിയധർമ്മങ്ങളെ നമ്മളിൽ ആരോപിച്ചു, മനോധർമ്മങ്ങളെ നമ്മളിൽ ആരോപിച്ചു. അപ്പൊ ആരോപിച്ചിട്ട് ഇതെല്ലാം എൻ്റേതാണ് എന്ന് വിചാരിച്ച് നമ്മൾ വ്യവഹരിക്കുകയാണ്. ഏവം അഹം പ്രത്യയിന മശേഷ സ്വപ്രചാര സാക്ഷിണി പ്രത്യേകാത്മാന്യ അധ്യസ്വം തം ച പ്രത്യേകാത്മാനം സർവസാക്ഷിണം തത് വിപര്യേണ അന്ധകരണാദീശ്വ അധ്യസ്യതി. ഇനി ആത്മാവെങ്ങനെയാണ്? സ്വപ്രചാര സാക്ഷിണി, ഇതിനെല്ലാം സാക്ഷിയായിരിക്കുന്ന വസ്തുവാണ്. ഈ എല്ലാത്തിനെയും കണ്ടുകൊണ്ടും അറിഞ്ഞുകൊണ്ടും ഇരിക്കുകയാണ്. അതിനിതുമായിട്ടൊന്നും ഒരു ബന്ധവുമില്ല. ഈ കാണുന്ന വ്യവഹാരങ്ങളെയെല്ലാം അറിഞ്ഞുകൊണ്ടും, അതുകൊണ്ട് അതിനെ അറിവെന്ന് പറയുന്നത്, ആത്മാവിനെ അറിവായിട്ട് പറയണം. അറിഞ്ഞുകൊണ്ടും കണ്ടുകൊണ്ടും കേട്ടുകൊണ്ടും. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് നാന്യദോസ്തി ദൃഷ്ട, വേറൊരു ദൃഷ്ടാവില്ല, വേറൊരു കേൾക്കാനുള്ള ആളില്ല. അപ്പൊ ആത്മാവിതിനെയെല്ലാം കണ്ടുകൊണ്ടും കേട്ടുകൊണ്ടും അറിഞ്ഞുകൊണ്ടും നിർവികാരമായി, ഇതുമായിട്ട് ഒരു ബന്ധവുമില്ല. ഇപ്പൊ ഒരു പുറത്തുനിന്നുള്ള ഒരാള് നമ്മുടെ കാര്യങ്ങൾ കേൾക്കുകയോ കാണുകയോ ഒക്കെ ചെല്ലുമ്പോഴത്തേക്ക് അയാൾക്ക് ഇതുമായിട്ടൊന്നും ഒരു ബന്ധവുമില്ല. അതുപോലെ ആത്മാവ് സാക്ഷിയായിട്ട് ഈ നിങ്ങൾ കാണുന്ന കാര്യങ്ങളൊക്കെ കാണുകയും കേൾക്കുകയും അറിയുകയും ഒക്കെ ചെയ്തുകൊണ്ട് അങ്ങനെ ഇൻഡിഫറൻ്റ് ആയിട്ട്, അല്ലെങ്കിൽ ഇതുമായിട്ടൊരു സംഘവും ഇല്ലാതിരിക്കുകയാണ്. പ്രത്യേകാത്മന്യം. അപ്പൊ അങ്ങനെ ഒരു സംഘവും ഇല്ലാത്ത ആത്മാവില് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നു? ഇതിനെല്ലാം അധ്യസിച്ചിട്ട് ആത്മാവിന് ഇതിനോടെല്ലാം സംഘമുണ്ടെന്ന് നിങ്ങൾ എന്ത് ചെയ്യുന്നു? ഈ വസ്തുക്കളുമായിട്ടെല്ലാം സംഘമുണ്ടെന്ന് നമ്മളങ്ങ് കൽപ്പിക്കുകയും വിചാരിക്കുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുകയാണ്. സർവസാക്ഷിയായിരിക്കുന്ന ആത്മാവിന് ഒന്നുമായിട്ട് സംഘമില്ല. അസംഗോഹ്യം പുരുഷ, അസംഗമായിട്ടിരിക്കുകയാണ്. അതിന് ശരീരാദികൾ, ഈ ലോകത്തുള്ള എത്ര ശരീരങ്ങളെ വെട്ടി മുറിച്ചു കഴിഞ്ഞാലും ഈ ആത്മാവിന് ഒരു കുഴപ്പവുമില്ല. ആത്മാവിന് ഇതുമായിട്ടൊന്നും ഒരു സംഘവുമില്ല. ഇവിടെ ആൾക്കാർ സന്തോഷമായിട്ട് കഴിഞ്ഞാലും ദുഃഖപ്രദമായിട്ട് കഴിഞ്ഞാലും ഒന്നും ഈ ആത്മാവിനെ ബാധിക്കുന്നതേയില്ല. കാരണം ആത്മാവിന് ഈ കാണുന്ന ലോക വ്യവഹാരങ്ങളുമായിട്ട് ഒരു സംഘവും ഇല്ല, ഒരു ബന്ധവുമില്ല. അതെല്ലാം അനാത്മ വസ്തുക്കളാണ്, പ്രതിഭാസമാണ്, വെറും അധ്യാരോപിതമാണ്. അപ്പോൾ നമ്മളെല്ലാം അസംഗമായിരിക്കുന്ന സർവസാക്ഷിയായിരിക്കുന്ന പ്രത്യേകാത്മാവില് ഇതിന് വിപരീതമായിരിക്കുന്ന ശരീര മനോബുദ്ധി ധർമ്മങ്ങളെ ആരോപിച്ചിട്ട് ഇതെല്ലാം നമുക്കുണ്ട് എന്ന് നമ്മൾ വിചാരിക്കുകയും വരുത്തി തീർക്കുകയും
അതനുസരിച്ച് പെരുമാറുകയും ചെയ്യുകയാണ്. ഏവമയമനാദിരനന്തോ നൈസർഗികോയം അധ്യാസോ. അപ്പൊ ഇത് എങ്ങനെയാണ്? അനാദി, ഇത് എന്ന് മുതൽ തുടങ്ങിയതാണ് ഈ പ്രവർത്തനം. ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്തല്ല, ഇങ്ങനെ ഒരു ലോകം ഉണ്ടാക്കിക്കളയാം എന്ന് വിചാരിച്ച് ഒരു ദിവസം പ്രപഞ്ചത്തെ സൃഷ്ടിച്ചതല്ല. ഇപ്പൊ നമ്മൾ പലയിടത്തും സൃഷ്ടി വർണ്ണനയുണ്ട്. ഈശ്വരനെ സൃഷ്ടിച്ചു, ഫസ്റ്റ് ഡേ ഇങ്ങനെ ഇത്ര സാധനങ്ങളെ സൃഷ്ടിച്ചു, രണ്ടാമത്തെ ദിവസം ഇത്ര സാധനങ്ങളെ സൃഷ്ടിച്ചു, ഏഴാമത്തെ ദിവസം ഇങ്ങനെ സൃഷ്ടിച്ചു. നമ്മുടെ ഭാഗവതത്തിലുമൊക്കെ പ്രപഞ്ച സൃഷ്ടി വർണ്ണനകളൊക്കെ കാണാം. പക്ഷെ യഥാർത്ഥത്തിൽ എന്താണ്? അങ്ങനെയൊന്നുമല്ല. അനാദികാലമായിട്ട് ഇത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സൃഷ്ടിയും സ്ഥിതിയും സംഹാരവും ഒക്കെ അനാദികാലമായിട്ട്, എന്ന് ബ്രഹ്മമുണ്ടോ അന്ന് മുതൽ ഈ പ്രപഞ്ചവും ഉണ്ട്. അപ്പൊ ഈ പ്രപഞ്ചത്തെ ഒരു ദിവസം ഈശ്വരൻ സൃഷ്ടിച്ചു എന്ന് പറയുന്നതും യുക്തിക്ക് നിരക്കുന്നതല്ല. കാരണം ഇത് അനാദിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രതിഭാസമാണ്. അനാദി. ഇനി അത് എന്ന് അവസാനിക്കും? എന്തെങ്കിലും അവസാനിക്കുമോ ഈ പ്രപഞ്ചം? ഈ ലോകം അവസാനിച്ചു പോകുമോ എന്നാണ് പലരുടെയും പേടി. ഈ ലോകം അങ്ങനെ അവസാനിക്കുമോ? എന്തുകൊണ്ട്? ഈ മായാപ്രവർത്തനം ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. ആര് വിചാരിച്ചാലും ഈ ലോകപ്രവർത്തനം ഇങ്ങനെ നിർത്തുവാനോ ഈ സംസാരത്തെ സംഹരിച്ച് ഇല്ലാതാക്കുവാനോ ഒന്നും സാധ്യമല്ല. കാരണം ഇത് അനാദിയായിട്ടുള്ളതാണ്, ഇത് അനന്തമായിട്ട് തുടരും. പിന്നെ നിങ്ങൾക്ക് ഇതെന്ന് അവസാനിപ്പിക്കാന്നേ ഉള്ളൂ. ഇൻഡിവിജ്വലായിട്ട് നിങ്ങൾക്ക് എപ്പോഴാണോ ഈ വിവേകമുണ്ടാവുകയും ഇത് വെറും അധ്യാസമാണെന്ന് തിരിച്ചറിയുകയും ചെയ്യുന്നത്, അപ്പം നിങ്ങളുടെ സംസാരം അവസാനിക്കും. പക്ഷെ ഈ ലോകത്ത് മറ്റുള്ളവർക്ക് കാണുന്ന ഈ സംസാരമെല്ലാം അനാദിനന്തമായിട്ട് തുടർന്നുകൊണ്ടേയിരിക്കും. അപ്പം ഈ ലോകത്തെ മൊത്തമായിട്ട് അങ്ങ് ഈ സംസാരത്തെ അങ്ങ് നിർത്തിക്കളയാം, അല്ലെങ്കിൽ ഇതിനെ ഈ പ്രപഞ്ചം ഒരു ദിവസം അവസാനിക്കും എന്നൊന്നും ആരും വിചാരിക്കേണ്ട. കാരണം ഇത് അനാദിയായിട്ട് തുടങ്ങിയ സാധനമാണ്, ഇത് അനന്തമായിട്ട് തുടരുകയും ചെയ്യും. നമ്മുടെ വിവേകം കൊണ്ട് നമുക്ക് നമ്മുടെ അജ്ഞാനത്തെ നീക്കി, നമ്മുടെ അവിദ്യയെ നശിപ്പിച്ച് നമുക്ക് ഈ സംസാര ചക്രത്തിൽ നിന്ന് മുക്തനാവുക എന്നുള്ളത് മാത്രമേ നമുക്ക് ചെയ്യാനുള്ളതായിട്ടുള്ളൂ. അല്ലാതെ ഈ പ്രപഞ്ച ഈ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളെ ഒന്നും ഇല്ലാതാക്കുവാനോ അതിൻ്റെ ഈ പ്രവർത്തനം ഇല്ലാതാക്കുവാനോ ആർക്കും സാധ്യമല്ല. അപ്പോൾ ശങ്കരാചാര്യരൊക്കെ ചില സ്ഥലത്ത് പറയും ഈശ്വരോപി, ഈശ്വരൻ വിചാരിച്ചാലും ഈ സംസാര ഈ ചക്രത്തെ ഇല്ലാതാക്കുവാനായിട്ട് സാധ്യമല്ല. കാരണം ഇത് അനാദിയായിട്ട് അനന്തമായിട്ട് തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രതിഭാസമാണ്. അത് ഇല്ലാതാക്കാൻ ആർക്കും സാധ്യമല്ല. നൈസർഗികോയം അധ്യാസോ. നൈസർഗികമായിട്ട്, അതായത് ഇത് നമ്മൾ ചില സാധനങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ട്, ഇപ്പോൾ കാറൊക്കെ ഉണ്ടാക്കണമെങ്കിൽ കുറേ കാര്യങ്ങൾ, കുറേ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി ചേർക്കണം. അതിൻ്റെ എൻജിനും ബോഡിയും ലൈറ്റും സീറ്റും ഫിറ്റിങ്സും ഒക്കെ ചേർത്ത് കഴിയുമ്പോഴാണ് ഒരു കാറാവുന്നത്. പക്ഷെ ഈ ലോകവ്യവഹാരം ഉണ്ടാക്കുന്നതിന് അങ്ങനെയൊന്നും വേണ്ട. നൈസർഗികമായിട്ട് ഇങ്ങനെ വളരെ സൂര്യൻ ഉദിക്കുകയും അസ്തമിക്കുകയും ചെയ്യുന്നത് ഇപ്പോൾ ആരെങ്കിലും സ്ട്രെയിൻ എടുത്തിട്ടാണോ? പ്രത്യേകിച്ച് കുറച്ച് സൂര്യൻ ഉദിപ്പിച്ച് വരുത്താനും അല്ലെങ്കിൽ അസ്തമിക്കാനും ആരുടെ എഫർട്ടൊന്നുമില്ല. നാച്ചുറലായിട്ട് നടക്കുന്ന കാര്യമാണ്, നൈസർഗികമായിട്ട് നടക്കുകയാണ്. അപ്പം അതുപോലെ ഈ ലോകവ്യവഹാരം അധ്യാസം നൈസർഗികമായിട്ട് നമ്മുടെ എഫർട്ടൊന്നും വേണ്ട, വളരെ നൈസർഗികമായിട്ട് നാച്ചുറലായിട്ട്. ഇപ്പം നദി ഒഴുകുന്നു, നദി മേളിൽ നിന്ന് താഴോട്ട് ഒഴുകാനായിട്ട് ആരെങ്കിലും തള്ളിവിടേണ്ട ആവശ്യമുണ്ടോ? അത് നൈസർഗികമായിട്ട് അത് ഒഴുകിപ്പോയിക്കോളും. അതുപോലെ കാറ്റ് വീശുന്നു, നൈസർഗികമായിട്ട് നടക്കുന്ന കാര്യങ്ങളാണ്. അതുപോലെ ഈ പ്രപഞ്ച പ്രവർത്തനങ്ങളും ഈ അധ്യാസവും എല്ലാം നൈസർഗികോയം അധ്യാസവും എന്തിനെ ആശ്രയിച്ചാണ്? മിഥ്യാപ്രത്യയ രൂപ. മിഥ്യാപ്രത്യയങ്ങളെ ആശ്രയിച്ചാണ്, സത്യത്തിലുള്ളതല്ല. ഈ അധ്യാസം എന്ന് പറയുന്ന ഒരു മിഥ്യാപ്രത്യയമാണ്. അതായത് തന്നെ ഇല്ലാത്ത വസ്തുക്കളിൽ ആരോപിക്കുക. ഈ ശരീരാദി പ്രപഞ്ചത്തിന് സദ്ഭാവമില്ല, അപ്പോൾ യഥാർത്ഥത്തിലുള്ളതല്ല, നമുക്ക് വെറും തോന്നലാണ്. അധ്യാരോപിതമായിരിക്കുന്ന വസ്തുക്കളാണ് ആത്മാവിൽ.
അപ്പൊ അധ്യാരോപിതമായ വസ്തുക്കളിൽ നമുക്കിത് തോന്നുന്നത് മിഥ്യാപ്രത്യയങ്ങളാണ്. ഇല്ലാത്ത സാധനത്തെ നമ്മൾ അനുഭവിക്കുകയാണ്. ഇപ്പൊ കയറിൽ പാമ്പ് തോന്നുന്നത് പോലെ അഹം ആയിരിക്കുന്ന അറിവായിരിക്കുന്ന ആത്മാവില് ശരീരാദി പ്രപഞ്ചങ്ങളുടെ അധ്യാരോപം മിഥ്യ കൊണ്ട് മാത്രമേ സംഭവിക്കത്തുള്ളൂ. ശരിക്കും അങ്ങനെ ഒരു വസ്തു ഉണ്ടായിട്ടില്ല. ഇപ്പൊ എന്തുകൊണ്ട് ഇത് അനാദിരനന്തം എന്ന് പറഞ്ഞു? ബ്രഹ്മത്തിൽ നിന്നും ഒരു സാധനവും ശരിക്കും സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല. അപ്പൊ അങ്ങനെ ഒരു വസ്തുവിന് എൻറ്റിറ്റി ഇല്ല. അപ്പൊ ഒരു സാധനം സൃഷ്ടിക്കപ്പെട്ടുവെങ്കിൽ എന്തായിപ്പോയി? ദ്വൈതമായിപ്പോയില്ലേ? ബ്രഹ്മവും ബ്രഹ്മഭിന്നമായ ഒരു ഓബ്ജക്റ്റും ഉണ്ടെന്ന് വന്നാൽ രണ്ട് വസ്തുക്കളായില്ലേ? ഇപ്പൊ ഈ പഞ്ചഭൂതങ്ങൾ സത്യമാണെന്ന് സാധാരണക്കാർ പറയും. എല്ലാം പഞ്ചഭൂതങ്ങളിൽ ലയിക്കും. ഈ പഞ്ചഭൂതങ്ങൾക്ക് ബ്രഹ്മത്തിൽ നിന്ന് സെപ്പറേറ്റ് എക്സിസ്റ്റൻസ് ഉണ്ടോ? ബ്രഹ്മത്തിൽ നിന്ന് പഞ്ചഭൂതം ഉണ്ടായി, അങ്ങനെ പറയാൻ പറ്റുമോ? അങ്ങനെ പറഞ്ഞാല് ദ്വൈതമായില്ലേ? രണ്ട് വസ്തുക്കളായില്ലേ? ബ്രഹ്മം വേറെ, പഞ്ചഭൂതങ്ങൾ വേറെ. ബ്രഹ്മത്തിൽ നിന്ന് പഞ്ചഭൂതം ഉണ്ടായി, പഞ്ചഭൂതങ്ങൾ സെപ്പറേറ്റ് ആണ്, ബ്രഹ്മം സെപ്പറേറ്റ് ആണെന്ന് പറഞ്ഞാല് രണ്ട് സാധനമായി. അപ്പൊ ഈ പഞ്ചഭൂതങ്ങൾ എന്ന് പറയുന്ന സാധനങ്ങൾക്ക് അസ്തിത്വം ഇല്ല, ആരോപിതങ്ങളാണ്, അത് മിഥ്യാപ്രത്യയങ്ങളാണ്, അതിന് അടിസ്ഥാനമില്ല. അത് ഈ ബ്രഹ്മത്തിൽ ആരോപിക്കപ്പെട്ടിരിക്കുകയാണ് പഞ്ചഭൂതങ്ങളെല്ലാം. അപ്പൊ അത് ശരിക്കും ഉണ്മയുള്ള വസ്തുക്കളല്ല. അതുകൊണ്ട് എന്താണ്? മിഥ്യാപ്രത്യയ രൂപത്തില് പ്രവർത്തിക്കുന്ന ഈ പ്രപഞ്ചം എന്തിനെ ഉണ്ടാക്കുന്നു? കർത്തൃത്വ ഭോക്തൃത്വ പ്രവർത്തക. കർത്തൃത്വവും ഭോക്തൃത്വവും എന്ന് വെച്ചാൽ എന്താണ്? ഞാൻ ചെയ്യുന്നു. നമ്മൾ ഒരു കാര്യം ചെയ്യുന്നു. ഇപ്പൊ ഞാൻ പോയി ചാലയിൽ പോയി കുറച്ച് മലക്കറി വാങ്ങിച്ചു. അപ്പൊ നമ്മൾ എന്ത് പറയും? ഞാനാണ് ചാലയിൽ പോയത്, ഞാനാണ് ചാലയിൽ പോയി ഈ മലക്കറിയൊക്കെ വാങ്ങിച്ചത്, അല്ലെങ്കിൽ സാധനങ്ങളൊക്കെ വാങ്ങിച്ചത്. ഈ വീട് വെച്ചത് ആരാണ്? ഞാനാണ് വീട് വെച്ചത്. ഞാൻ ജോലി ചെയ്തു, ശമ്പളം കിട്ടി, ലോൺ എടുത്തു, ആ ലോൺ കൊണ്ട് വീട് വെച്ചു. അപ്പൊ ഇതിന്റെ ആര് കെട്ടി? ഞാനാണ് കെട്ടിയത്. അപ്പൊ ഇതിന്റെ കർത്തൃത്വം ആർക്കാണ്? എനിക്കാണ്. അപ്പൊ ഞാൻ ചെയ്യുന്നു, ഞാനാണ് ഇത് ചെയ്യുന്നത്. അപ്പൊ ആരാണ് മകളുടെ കല്യാണം നടത്തി കൊടുത്തത്? ഞാനാണ്. ഞാനാണ് പയ്യനെ കണ്ടുപിടിച്ചതും, ഞാനാണ് കല്യാണം ബുക്ക് ചെയ്തതും സദ്യ അറേഞ്ച് ചെയ്തതും ഒക്കെ ഞാനാണ്. അപ്പൊ അതിന്റെ കർത്തൃത്വം ആർക്കാണ്? ഞാനാണ് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ കർത്തൃത്വം നമ്മളിൽ വരുന്നു. ആത്മാവ് എന്തല്ല? ആത്മാവ് കർത്താവേ അല്ല. ആത്മാവിന് ഒന്നിലും കർത്തൃത്വം ഇല്ല. ആത്മാവ് ഒരു വസ്തുവും ചെയ്യുന്നില്ല, ഒരു കാര്യങ്ങളും പ്രവർത്തിക്കുന്നില്ല. ആത്മാവിന് കർത്തൃത്വം ഇല്ല. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നു? ശരീരവും മനസ്സും കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളെ ഞാൻ ചെയ്യുന്നു, അഹം കരോമി, ഞാനാണിത് ചെയ്യുന്നത്. ഞാൻ വണ്ടി ഓടിച്ചു, ഞാൻ ഇന്ന സ്ഥലത്ത് പോയി. അപ്പൊ അഹം കർത്ത. ഈ ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം കർത്തൃത്വം നമ്മൾ ഏറ്റെടുക്കുകയാണ്. അത് മാത്രമല്ല, നമ്മൾ കേട്ടിട്ടില്ലേ ഇതി കർത്തവ്യ മൂഢത എന്ന്? ഇതെന്റെ കർത്തവ്യമാണ്, ഇതെനിക്ക് ചെയ്യണം. ഇപ്പൊ എൻ്റെ അമ്മയെ നോക്കണം, വയസ്സായി, അതുകൊണ്ട് ഞാൻ എങ്ങോട്ടും വരുന്നില്ല, ഇതെന്റെ കർത്തവ്യമാണ്, ഇതെന്റെ കർത്തവ്യമാണ്. അത് കഴിഞ്ഞിട്ട് എനിക്ക് വേറെ എന്തോ ഉള്ളൂ. അമ്മയ്ക്ക് സന്ധ്യയാകുമ്പോഴത്തേക്ക് ആഹാരം കൊടുക്കണം, അതുകൊണ്ട് ഞാനെങ്ങും വരുന്നില്ല. അപ്പൊ ഇതൊക്കെ എന്താണ്? ആൾക്കാരുടെ കർത്തവ്യത്തെ, ഇതെന്റെ കർത്തവ്യമാണ്, ഇതെന്നാൽ ചെയ്യപ്പെടേണ്ടതാണ്, അല്ലെങ്കിൽ ഇത് ഞാൻ ചെയ്യുന്നു എന്ന് പറഞ്ഞ് ആൾക്കാർ എല്ലാ കർമ്മങ്ങളിലും എന്ത് ചെയ്യുന്നു? കർത്തൃത്വത്തെ ഏറ്റെടുക്കുകയാണ്. അപ്പൊ കർത്തൃത്വ ബോധം കൊണ്ടാണ് ആൾക്കാർ ഈ സംസാരം ഇങ്ങനെ പ്രവർത്തിക്കുന്നത്. എല്ലാവർക്കും കർത്തൃത്വമുണ്ട്. അപ്പൊ ആൾക്കാർക്ക് കർത്തൃത്വം ഇല്ലെങ്കിൽ എന്ത് പറ്റും? ആൾക്കാർ എവിടെയെങ്കിലുമൊക്കെ മറ്റേ ഈ ഏതെങ്കിലുമൊക്കെ കലിങ്കിൽ ചുമ്മാ ഇരിക്കത്തില്ലേ? കാലത്ത് എണീച്ച് ചുമ്മാ ഏതെങ്കിലുമൊക്കെ കലിങ്കിൽ വെറുതെ ഇരിക്കും. അപ്പോൾ എനിക്ക് ഇന്ന കർത്തവ്യമുണ്ട്, എനിക്കിത് ചെയ്യണം, കാലത്തെ ഓഫീസിൽ പോകണം, എനിക്ക് ജോലി ചെയ്യണം,
എനിക്ക് ഇന്ന അറ്റൻഡൻസ് മാർക്ക് ചെയ്യണം. ഇങ്ങനെ കർത്തൃത്വ ബോധം ഉള്ളത് കൊണ്ടാണ് ആൾക്കാർ എന്ത് ചെയ്തിരിക്കുന്നത്, ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നത്. കാലത്തെ എണീച്ച് ഈ ലോകം മുഴുവൻ ഇങ്ങനെ ബസ്സുകളിൽ ഓടി ചാടിക്കേറി ഓഫീസിൽ പോയി സമയത്തിന് ജോലി ചെയ്ത് ഊണ് കഴിച്ച് തിരിച്ച് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് സാധനമൊക്കെ വാങ്ങിച്ച് വീട്ടിൽ വന്ന് ബാക്കി പിള്ളേരെ പഠിപ്പിച്ച് ട്യൂഷൻ കൊണ്ടാക്കി. ഇതൊക്കെ ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? കർത്തൃത്വബോധം. ആളുകൾക്ക് അവരവരുടെ ഈ പ്രവർത്തികളിൽ കർത്തൃത്വബോധമുണ്ട്. അങ്ങനെ അഹം കർത്ത, ഞാൻ കർത്താവാണ്, ഞാൻ ഇതിൻ്റെ കർത്താവാണെന്നുള്ള മിഥ്യ ആരോപിതമായിരിക്കുന്ന ഒരവസ്ഥ മനുഷ്യർക്കെല്ലാം വന്നു ചേരുന്നു. അങ്ങനെ ഈ കർത്തൃത്വം വന്നു ചേരുന്നു. അതുപോലെ തന്നെ ഭോക്തൃത്വം. എന്താണ് ഭോക്തൃത്വം? ഇത് ഞാനാണ് അനുഭവിക്കുന്നത്. നിങ്ങൾക്ക് ഇങ്ങനെ പറയാം, ഈ പ്രശ്നങ്ങളൊക്കെ അനുഭവിക്കുന്ന ആരാ? ഞാനല്ലേ. എൻ്റെ വീട്ടിലെ പ്രശ്നം എനിക്കല്ലേ അറിയാവൂ. ഞാനല്ലേ അത് അനുഭവിക്കുന്നത്. ഞാനല്ലേ ഈ ദുഃഖം സഹിക്കുന്നത്. ഞാനല്ലേ ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇതിൻ്റെ ഫലം അനുഭവിക്കുന്നത് ഞാനാണ്. അല്ലെങ്കിൽ ഇന്ന കർമ്മം ഞാൻ ചെയ്തു, അതിൻ്റെ ഫലമായിട്ട് ഇന്ന ദോഷങ്ങളൊക്കെ എനിക്ക് വന്നു ചേർന്നിരിക്കുകയാണ്. ഞാൻ ചെയ്ത കർമ്മത്തിൻ്റെ ഫലമായിട്ട് ഇന്ന കർമ്മഫലങ്ങൾ എനിക്ക് വന്നു ചേർന്നിരിക്കുന്നു. എനിക്കിപ്പോൾ സുഖമാണ്, അല്ലെങ്കിൽ ഇപ്പോൾ ദുഃഖമാണ്. കൃത്യമായും അത് യഥാസമയത്ത് കൃത്യമായും ചെയ്ത് ആ ഒരു ലൈഫ് നമ്മൾ ചെയ്യുന്ന ഡ്യൂട്ടീസ് കൃത്യമായിട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഒരാർജിതമായ ആ കർമ്മത്തിന്റെ ഇതുകൊണ്ടാണ് അടുത്ത റീബേർത്ത് എന്ന് പറയുന്നത്. അപ്പം റിയലി നമുക്ക് നമുക്കിങ്ങനെ ഇപ്പൊ പറയുന്ന അനുസരിച്ചാണെങ്കിൽ നമ്മൾ അതാണ് സത്യം. അതായത് നമ്മൾ പറയുന്നത് അങ്ങനത്തെ ഒരു അത് ഇതും കൂടെ ഒരിക്കലും ചെയ്ത് നമ്മൾ അതിലേക്ക് മനസ്സിലാക്കാനുള്ളൊരു ആ സത്യം മനസ്സിലാക്കാനുള്ളൊരു വഴി തന്നെയാണ്. പക്ഷെ അങ്ങനെയാണെങ്കിൽ ചില കാര്യങ്ങൾ നമ്മളായിട്ടുള്ള ആൾക്കാർ പറയുന്നുണ്ട്, മുഖ്യന്മാർ കൊണ്ടുവന്ന അതനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് അടുത്ത ജന്മം ഉണ്ടാകുന്നത് എന്ന് പറയുന്നു. മോശമായിട്ട് ജീവിച്ച് കാരണം സംഭവിക്കുന്നു എന്നത് എല്ലാം നമുക്ക് ഈ ബ്രഹ്മം എന്ന് പറയുന്ന അതിനകത്ത് ഒന്നും ഇതിനകത്തൊന്നും അത് സത്യമാണ്, ഇത് മിഥ്യയാണ്. അപ്പം ആ പറയുന്ന കാര്യത്തിനകത്ത് എത്രത്തോളം ഒരാളുടെ പല ടോക്കിലും കേൾക്കുന്നുണ്ട്. അപ്പം കൊണ്ടുവരുന്ന ഇതനുസരിച്ചാണ്, അതാണ് അങ്ങനെ. അല്ലാതെ ഇപ്പൊ ഉള്ള ഇതുകൊണ്ടല്ല. ഓരോ മനസ്സിലായി. അതായത് നമുക്ക് ഓരോ കാര്യങ്ങൾ വരുന്നു, നമ്മൾ വിചാരിക്കാത്ത ഓരോ കർമ്മഫലങ്ങൾ വരുന്നു. നമ്മളത് പൂർവ്വജന്മത്തിൽ ചെയ്ത കർമ്മദോഷങ്ങൾ കൊണ്ടാണോ നമുക്ക് വന്നു ചേരുന്നത് എന്നുള്ള ക്വസ്റ്റ്യനാണ്. ഇതെല്ലാം വ്യവഹാരത്തിലാണ്. വ്യവഹാരത്തിൽ ഇപ്പൊ നമ്മളിവിടെ പറയുന്നത് വ്യവഹാര നിയമങ്ങളെക്കുറിച്ചല്ല, ഈ വ്യവഹാരത്തിൽ നിന്ന് ഭിന്നമായ ആത്മാവിനെ കുറിച്ചാണ് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സത്യമായ ഇതിൽ നിന്ന് ഭിന്നമായിരിക്കുന്ന ആത്മാവിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ പറഞ്ഞ ചോദ്യങ്ങളെല്ലാം വ്യവഹാരത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. വ്യവഹാരത്തിൽ സംഭവിക്കുമ്പോൾ കർമ്മങ്ങൾക്ക് ഫലമുണ്ടാവും. താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചെടുത്തതേ വരൂ. അപ്പോൾ അത് ഒരു കർമ്മഗതിയാണ്. അപ്പോൾ ഭഗവാൻ ഗീതയിലും പറഞ്ഞിട്ടുണ്ട്, ഗഹന കർമ്മണോ ഗതി. കർമ്മത്തിൻ്റെ ഗതി എന്താണ്? ഇപ്പം ചില നമ്മൾ കർമ്മദോഷങ്ങൾ വരുമ്പോഴത്തേക്ക് അത് പരിഹരിക്കാൻ നമ്മൾ ശ്രമിക്കുന്നു. ഇപ്പോൾ ചിലതിന് ചില പൂജ ചെയ്യുന്നു, ചിലതിന് ചില മറ്റേ അനുഷ്ഠാനങ്ങൾ ചെയ്യുന്നു, ചില മന്ത്രങ്ങൾ ജപിക്കുന്നു, ചില ദാനങ്ങൾ ചെയ്യുന്നു. ചിലത് ഫലിക്കും, ചിലത് ഫലിക്കില്ല, ചിലത് മാറും, ചിലത് മാറത്തില്ല. അപ്പോൾ ഇത് കർമ്മത്തിൻ്റെ ഗതിയാണ്. അതിപ്പോൾ കർമ്മം നമ്മൾ പാടത്തിൽ ജോലിക്ക് വരമ്പത്ത് കൂലി എന്ന് പറയും പോലെ ഇന്ന ജോലി ചെയ്തവർക്ക് ഇന്ന കൂലി. അപ്പം അത് ലോക നിയമങ്ങളാണ്.
ഇപ്പം ലോക നിയമങ്ങൾ അനുസരിച്ച് ഇപ്പോൾ ഒരാളുടെ സത്കർമ്മ ഫലമായിട്ട് അടുത്ത ജന്മം നല്ല നല്ല സുകൃതികളുടെ കുലത്തിൽ ജനിക്കും. അപ്പോൾ അതൊക്കെ കർമ്മഗതിയാണ്. പക്ഷെ അതെല്ലാം വ്യവഹാരത്തിലുള്ള കാര്യങ്ങളാണ്. വ്യവഹാരത്തിൽ നല്ലതും ചീത്തയും ഒക്കെ കർമ്മഫലമായിട്ടും ഇനി ഈശ്വര നിശ്ചയമനുസരിച്ച് അതിനൊരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. ഒരു ഫലം എങ്ങനെ വരുന്നു എന്നുള്ളത് ഒരുപാട് ഫാക്ടേഴ്സിനനുസരിച്ചാണ്. നമ്മുടെ കർമ്മം അതിന് കാരണമാകാം, നമ്മുടെ ഉപാസന അതിന് കാരണമാകാം, നമ്മുടെ പൂർവജന്മ സുഹൃത ദുഷ്കൃതങ്ങൾ കാരണമാകാം, ഈശ്വര നിശ്ചയം കാരണമാകാം. അങ്ങനെ പല കാരണങ്ങളുണ്ട്. നമുക്ക് ഈ ലോകത്ത് പല ഫലങ്ങളും വരുന്നു. അപ്പം ഈ കർമ്മത്തെയും ഫലത്തെയും ബന്ധപ്പെടുത്തി പറയുന്ന കാര്യമല്ല ഇത് അത് എനിക്ക് ഇന്ന ഫലങ്ങളൊക്കെ അനുഭവിക്കുന്നു എന്ന് നമ്മൾ പറയുന്നത് ഞാൻ ഭോക്താവാണ്, ഞാൻ അനുഭവിക്കുന്നു, ഞാനിപ്പോൾ സുഖം അനുഭവിക്കുന്നു, ഞാൻ ഇത്രയും ദോഷം അല്ലെങ്കിൽ ഇത്രയും ക്ലേശം അനുഭവിക്കേണ്ട കാര്യമില്ല. അപ്പോൾ അത് പൂർവ്വജന്മത്തിൽ ഈ ജന്മത്തിൽ ഞാൻ വലിയ പാതകങ്ങളൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഇത്രയും ദോഷങ്ങൾ എനിക്ക് വരണമെങ്കിൽ ഞാൻ മുജ്ജന്മത്തിൽ എന്തെങ്കിലും കർമ്മങ്ങൾ ചെയ്തിരിക്കാം. അപ്പോൾ അതൊക്കെ ഞാൻ ഭോക്താവാണെന്നുള്ള ചിന്തയിൽ നിന്നുണ്ടാവുന്ന അനുഭവങ്ങളാണ്. നമ്മൾ ഇവിടെ ഇപ്പം ചെയ്യുന്നത് നമ്മളിലെ കർത്തൃത്വത്തെയും ഭോക്തൃത്വത്തെയും മാറ്റി നിർത്തി ആത്മാവിൻ്റെ സ്വരൂപത്തെ അന്വേഷിക്കുകയാണ്. തീർച്ചയായിട്ടും ഒരു സംസ്കൃത മനസ്സിനാണ് ഈ വേദാന്ത വിചാരം ചെയ്യാനും വിവേകവും ഉണ്ടാകുന്നത്. നമുക്ക് ഈ പ്രപഞ്ചം സത്യമല്ല, ഈ പ്രപഞ്ചം അനിത്യമാണ്, ഈ ലോകത്തിൽ ഇങ്ങനെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല, നമുക്ക് സത്യത്തെ അറിയണം എന്നൊക്കെ നമുക്ക് തോന്നുന്നത് നമ്മുടെ മനസ്സ് പരിഷ്കൃതമാകുമ്പോഴും സംസ്കാര സമ്പന്നമാകുമ്പോഴും വൈരാഗ്യത്തോടും വിവേകത്തോടും കൂടിയതാവുമ്പോഴുമാണ്. അപ്പം അല്ലാതിരിക്കുന്ന സാധാരണ ആൾക്കാർക്ക് ഇപ്പം എത്ര വലിയ ദുഃഖം ഉണ്ടായാലും ഈ വിവേകം ഉണ്ടാവത്തില്ല, ഈ ആത്മാവിനെ അന്വേഷിക്കണമെന്ന് തോന്നത്തില്ല. ഇപ്പം എത്രയോ പേരുടെ നമ്മൾ തന്നെ നോക്കുകയാണെങ്കിൽ എത്രയോ കുട്ടികളൊക്കെ മരിച്ചിരിക്കുന്നു, എത്രയോ ആപത്തുകളിൽ പെട്ടിരിക്കുന്നു, എത്രയോ പേരുടെ പിടിച്ച് പോലീസ് സ്റ്റേഷനിൽ ഇട്ടിരിക്കുന്നു. അപ്പോൾ അവർക്കൊന്നും ഈ ആത്മാവിനെ അന്വേഷിക്കണമെന്ന് തോന്നുന്നില്ല. അപ്പോൾ ആത്മാവിനെ അന്വേഷിക്കണമെന്ന് തോന്നുന്നത് സംസ്കൃതമായിരിക്കുന്ന മനസ്സോട് കൂടിയിരിക്കുന്ന ആൾക്കാർക്ക് വിവേക വൈരാഗ്യങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രമേ. ഇതിൽ നിന്ന് അതീതമായിട്ട് എന്തെങ്കിലും ഉണ്ടോ, ഈ നമ്മൾ കാണുന്ന ഈ പ്രപഞ്ചത്തിൽ നിന്ന് ഭിന്നമായിട്ട് അല്ലെങ്കിൽ ഇതിനെ ഉപരി ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ, ഇതിൻ്റെ സത്യം എന്താണ് എന്ന് അന്വേഷിക്കാനായിട്ടൊരു വിവേക ബുദ്ധി വേണം. അപ്പം അങ്ങനെ ഒരു വിവേക ബുദ്ധി ഉണ്ടാകുമ്പോഴാണ് എനിക്ക് കർത്തൃത്വം ഇല്ല, എനിക്ക് ഭോക്തൃത്വം ഇല്ല എന്ന സ്റ്റേറ്റ് വരുന്നത്. ഇപ്പം നമുക്കിപ്പോൾ നമ്മൾ കുറേ കാര്യങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുമ്പോൾ ഞാൻ ഭോക്താവാണ്. ഞാൻ ഭോക്താവെന്നൊരു നിലയിൽ ചിന്തിക്കുമ്പോൾ ഈ ആത്മാവിനെക്കുറിച്ച് ചിന്തിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല. കാരണം ഇങ്ങനെ ഞാൻ കുറേ കർമ്മങ്ങളൊക്കെ ചെയ്തു, അതിൻ്റെ ഫലം വന്നുകൊണ്ടിരിക്കുകയാണ്, അത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് വിചാരിക്കുകയാണെങ്കിൽ നമുക്കവിടെ ആത്മവിചാരം സാധ്യമല്ല. ആത്മവിചാരം സാധ്യമാവണമെങ്കിൽ നമ്മൾ ഇതിൽ നിന്നെല്ലാം ഭിന്നമായിരിക്കുന്ന വസ്തുവാണ്. ഈ ഫലം അനുഭവിക്കുന്നത് ഞാനല്ല, ആത്മാവ് ഒന്നും അനുഭവിക്കുന്നില്ല, ആത്മാവ് വെറും സാക്ഷി മാത്രമാണ്, ഇതിന് സംഘമില്ല. അപ്പം നമ്മൾ അധ്യാസം മുൻനിർത്തി മാത്രമേ എന്നെ ഭോക്താവാക്കാൻ പറ്റൂ. നമ്മൾ നേരത്തെ പറഞ്ഞ ആ കാര്യങ്ങളെല്ലാം അധ്യാസത്തെ മുൻനിർത്തി എന്നെ ഭോക്താവായിട്ടും കർത്താവായിട്ടും സ്വീകരിച്ചുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇവിടെ നമ്മൾ അതിൽ നിന്ന് നിവർത്തിക്കുകയാണ്. എൻ്റെ കർത്തൃത്വഭാവത്തിൽ നിന്നും ഭോക്തൃത്വഭാവത്തിൽ നിന്നും എന്നെ നിവർത്തിച്ചിട്ട് ഇത് രണ്ടുമില്ലാത്ത അഹം സ്വരൂപനാണ്, ബ്രഹ്മസ്വരൂപനാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ആ കർത്തൃത്വ ഭോക്തൃത്വഭാവത്തിൽ നിന്ന് നമ്മൾ നിവർത്തിക്കുമ്പോൾ നമ്മൾ അയ്യോ എനിക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ നിവർത്തിക്കാനുണ്ട്, ഒരുപാട് കഷ്ടപ്പാടുകൾ മാറ്റാനുണ്ട് എന്നുള്ള നമ്മുടെ ഭാവം മാറും. അപ്പം എനിക്ക് ഇന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് ചിന്തിക്കുന്ന ആളിന് അതിൻ്റെ പ്രതിക്രിയകൾ ചെയ്യാനേ സമയം ഉണ്ടാകത്തുള്ളൂ. ഇവിടെ അതല്ല, ഇവിടെ ആത്മാവിന് അങ്ങനെയുള്ള പ്രതിക്രിയയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ആത്മാവ് നിത്യശുദ്ധമായിരിക്കുന്ന വസ്തുവാണ്. അപ്പോൾ കർത്തൃത്വ ഭോക്തൃത്വ പ്രവർത്തക സർവലോക പ്രത്യക്ഷ, ഇത് സർവ്വലോകത്തിനും ആൾക്കാർ
ഞാൻ കർത്താവായിട്ടും ഭോക്താവായിട്ടും ഒക്കെ എല്ലാ മതങ്ങളിലുമൊക്കെ അത് തന്നെയാണ്. എല്ലാ ലോകത്തിലും ഓരോ രീതിയിൽ ഇന്ന കർമ്മം കൊണ്ട് ഇന്ന ഫലമുണ്ടായി, എനിക്ക് പാപമുണ്ട്, ആ പാപം ഇല്ലാതാക്കണം. അപ്പം ഇങ്ങനെയുള്ള ചിന്തയിലാണ് ആൾക്കാർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അസ്യ അനർദ്ധഹേതോ പ്രകടമായ ആത്മീയ, ഇതെല്ലാം ഇപ്പം പറഞ്ഞ കാര്യങ്ങളെല്ലാം എന്താണ്? അസ്യ അനർദ്ധഹേതോ, നമുക്ക് അനർത്ഥത്തെ ഉണ്ടാക്കുന്നതാണ്. കാരണം ഈ ഞാൻ ഫലത്തെ അനുഭവിക്കുന്നു, ഞാൻ കർത്താവാണ്, ഞാൻ ഇന്ന ഇന്ന കർമ്മങ്ങൾ പൂർവ്വജന്മത്തിൽ ചെയ്തിരിക്കാം എന്നൊക്കെ ചിന്തിച്ച് നമ്മളിങ്ങനെ മനസ്സിനെ നീറ്റുന്നത് എന്താണ്? അനർത്ഥത്തെ ഉണ്ടാക്കുന്നത്, അനർദ്ധഹേതോ. കാരണം നമുക്ക് അങ്ങനെ ഒന്നുമില്ല, നമുക്ക് അങ്ങനെ യാതൊരു വിധമായ പ്രശ്നങ്ങളും ഇല്ല. നമ്മൾ ആത്മസ്വരൂപികളാണ്, നമുക്ക് നാശമില്ല, നമുക്ക് യാതൊരുവിധ ക്ലേശങ്ങളും വന്നിട്ടില്ല, യാതൊരുവിധ ദുഃഖങ്ങളും ഇല്ല എന്ന് തിരിച്ചറിയുന്ന അവസ്ഥയാണ്. അങ്ങനെ അസ്യ അനർദ്ധഹേതോ പ്രഹണായ, അതിനെ ഇല്ലാതാക്കാനും പൂർണ്ണമായിട്ട് നശിപ്പിക്കാനും ആത്മൈകത്വ വിദ്യാ പ്രതിബദ്ധത, ഈ ആത്മവിദ്യ നേടിക്കഴിയുമ്പോൾ എനിക്കിങ്ങനെ ഒരു പ്രശ്നങ്ങളും ഇല്ല, മുൻ ചെയ്ത കർമ്മങ്ങളും ഇല്ല, അതിൻ്റെ ഫലങ്ങളും ഇല്ല, എനിക്കൊരു ദോഷങ്ങളും ഇല്ല, ഒരു പ്രയാസവും ഇല്ല എന്ന് നമുക്ക് മനസ്സിലാവും. അപ്പം അതിനു വേണ്ടിയാണ് സർവേ വേദാന്ത ആരംഭ്യതേ, എല്ലാ ഉപനിഷത്തുക്കളും ബ്രഹ്മസൂത്രവും എല്ലാം ആരംഭിച്ചിരിക്കുന്നത്, എല്ലാം പ്രവർത്തിക്കുന്നത് ഈ ഒരു വസ്തുത നമ്മൾ അറിയിക്കുവാനും അങ്ങനെ അറിയിച്ച് നമുക്കിതിൻ്റെ ഈ സംസാര ദുഃഖത്തിൽ നിന്ന് നിവൃത്തി ഉണ്ടാക്കുവാനും വേണ്ടിയാണ്. യഥാ ചായമർദ്ധക സർവേഷാം വേദാന്താനാം തഥാ വയമസ്യാം ശാരീരിക മീമാംസായാം. അപ്പോൾ ഇത് തന്നെയാണ് എല്ലായിടത്തും പറഞ്ഞിരിക്കുന്നത് എന്ന് ഇനി വരുന്ന ഭാഗങ്ങളിൽ ഞാൻ വ്യക്തമാക്കാമെന്ന് ശങ്കരാചാര്യ പറയണം. ഇനി വരുന്ന ഭാഗങ്ങൾ ഈ ശാരീരിക മീമാംസായാം, ഈ ശാരീരിക മീമാംസ എന്ന് വെച്ചാൽ എന്താണ്? ശരീരത്തിൽ ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നവനാണ് ഈ ശരീരക, അതിനെ അറിയുന്നതാണ് ശാരീരകൻ. അപ്പൊ ആത്മാവിനെ കുറിച്ചുള്ള ശാരീരക മീമാംസ, ഈ ശരീരത്തിൽ ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്ന, ശരീരഭാവത്തോടുകൂടി ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്ന ആളെയാണ് ശാരീരകൻ. എനിക്ക് ശരീരമുണ്ട്, നമ്മളെല്ലാം വിചാരിക്കുന്നത് എന്താണ്? എനിക്കൊരു ശരീരമുണ്ട്. അപ്പൊ ആ ശരീരത്തിൽ ഇരിക്കുന്ന ആള് ശാരീരകൻ. അപ്പൊ അങ്ങനെ ശാരീരകന്റെ യഥാർത്ഥ അവസ്ഥ എന്താണ് എന്ന് അന്വേഷിക്കുകയാണ് ശാരീരിക മീമാംസ. അപ്പൊ ഈ ബ്രഹ്മസൂത്രത്തിന്റെ വേറൊരു പേരാണ് ശാരീരിക മീമാംസ. അപ്പൊ ഈ ശാരീരിക മീമാംസ എന്ന് പറയുന്ന ഈ ശാസ്ത്രത്തില് ഇനി വരുന്ന ഭാഗങ്ങളിൽ ഇത് വ്യക്തമാക്കാനായിട്ട് ഞാൻ അവിടെ ശ്രമിക്കാം എന്ന് ശങ്കരാചാര്യ പ്രദർശയിഷ്യാമഹ, അത് നിങ്ങൾക്ക് മനസ്സിലാക്കുന്ന വിധത്തിൽ ഞാൻ പറഞ്ഞു തരാം എന്ന് പറഞ്ഞുകൊണ്ട് അധ്യാസ ഭാഷ്യം, ഇങ്ങനെ അധ്യാസ ഭാഷ്യം അവസാനിക്കുന്നു. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി.